ഇതൊരു വലിയൊരു ഹോളാണ്. ഇതിനകത്ത് പെയിൻറ്റിങ്സ് ഒരു ഭയങ്കര ഇത് ഉണ്ട്. ഇപ്പോൾ കണ്ടാൽ നിങ്ങൾക്ക് ലെങ്ത്ത് മനസ്സിലാവും തോന്നണം. ആ ഒരു പെയിൻറ്റിങ്ങിൻ്റെ അതിൻ്റെ ഒരു താഴത്തെ ചെറിയൊരു പോർഷന് ഒരാളുടെ ഹൈറ്റുള്ളൂ. അത്രയും വലിയൊരു പെയിൻറ്റിങ് ആണ്, ഒരു ഹ്യൂജ് പെയിൻറ്റിങ്. അതുപോലെ തന്നെ സീലിങ്സിലും പെയിൻറ്റിങ്സും ഉണ്ട്, അതുപോലെ ഒത്തിരി വർക്കുകളും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫുള്ളും സിമിലർ സൈസിലുള്ള പെയിൻറ്റിങ്സ് ആയിട്ട് വെച്ചിരിക്കുന്നത്. നമ്മൾ ഫുള്ളും ഒന്നും കണ്ടില്ല, ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾ അത്യാവശ്യം നല്ല ടയർഡായി. ഇപ്പോൾ ഗാർഡനും വിസിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി ഫുഡ് കഴിക്കാം. ഇതിനകത്തിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റില്ല, ഒന്നെങ്കിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം, ഇറങ്ങിയിട്ട് ഗാർഡനിൽ പോയി നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. നമ്മൾ ഇറങ്ങിയിട്ട് താഴെ തന്നെ ഫുഡൊക്കെ കിട്ടുന്നത്. ഈ ഒരു സ്പേസിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാം, വാങ്ങിച്ചിട്ട് ഉള്ളിലോട്ട് ഇറങ്ങാം. എന്നിട്ട് ഇറങ്ങുന്നത് നേരെ ഗാർഡനിലോട്ടാണ്. ബാക്കിൽ ഗാർഡൻ ഉണ്ട്. ഇതും അത്യാവശ്യം വലിയൊരു ഗാർഡനാണ്. നമുക്കൊരു ദിവസം ഫുള്ള് വേണം ഇത് കണ്ടു തീർക്കാനായിട്ട്. നമ്മൾ അത്യാവശ്യം കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ട്. ഈ ഗാർഡൻ്റെ ഉള്ളിലും വാഷ്റൂമും ഫുഡിനുള്ള ഒരു 1-2 റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് തന്നെ ഒരു വില്ലേജും പണിതിട്ടുണ്ട് അങ്ങേ അറ്റത്തായിട്ട്. അവിടെ പോവുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ അവിടെയും 1-2 കടകളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കാം. നമ്മൾ പിന്നെ ഫുഡ് കൊണ്ടുവന്ന കാരണം നമ്മൾ ഇവിടെ ഇരുന്ന് തന്നെ കഴിക്കുമായിരുന്നു. ഇതിനകത്ത് ഇത് കണ്ടു, ഇതുപോലെ എല്ലാ മരങ്ങൾക്ക് ചുറ്റും ഇങ്ങനെ വേലി പോലെ വെച്ചിട്ടുണ്ട്. എല്ലാ മരങ്ങൾക്ക് ചുറ്റും നല്ല യുണീക്കായിട്ട് എന്നിട്ട് ഓരോ വഴികളും ഇതിനകത്ത് കാണാൻ പറ്റും. ഇതാണ് ഇതിനുള്ളിലുള്ള കഫേയാണ്. അവിടെ നമ്മൾ കോഫി കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഇവിടെ വന്ന് നല്ല സൺസെറ്റിൻ്റെ സമയമായി. ഇപ്പം തന്നെ ഓട്ടമായതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. നമ്മൾ രാവിലെ വന്നതാണ്, ഇപ്പം വൈകുന്നേരം ഏകദേശം സൺസെറ്റ്